ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അരുണിമ, ബാക്ക് പാക്കർ അരുണിമ, അവര് US-ൽ വിസിറ്റ് നടത്തുന്ന സമയത്ത് അവിടെ ഒരു കുടുംബവുമായിട്ടുണ്ടായ ഒരു പ്രശ്നം, ഇവരെ അവിടെ താമസിക്കാനായിട്ട് അനുവദിച്ച ജോർജ് ലോനപ്പൻ എന്ന വ്യക്തിയുടെ കുടുംബമായിട്ടുണ്ടായ പ്രശ്നം. അദ്ദേഹത്തെ തുടർന്ന് ഇവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ വീഡിയോ ഇവർ പുറത്തോട്ടുണ്ടായിരുന്നു. അത് വലിയ ചർച്ചാ വിഷയമായി. പിന്നീട് ജോർജ് എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നു. ജോർജിന്റെ മക്കളുടെ കയ്യിലുള്ള ഒരു വീഡിയോ അവരത് പുറത്തുവിട്ടു. അതിന് മറുപടിയായിട്ട് ബാക്ക് പാക്കർ അരുണിമ ചില കാര്യങ്ങളായിട്ട് വന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ രണ്ടിലും ഈ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച സംസാരം എന്താണെന്നുള്ള കാര്യം വ്യക്തമായിരുന്നില്ല. ഒരു സൈഡ് ആയിട്ട് നമുക്ക് മനസ്സിലായത് ആ വീട്ടുകാർ ഇറങ്ങിപ്പോണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇവർ പറഞ്ഞത് എന്നോട് അവിടെ നന്ദി ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ രീതിയിൽ സംസാരിച്ചു, അല്ലെങ്കിൽ അടുത്ത ദിവസം പോകണമെന്ന രീതിയിൽ സംസാരിച്ചു. അതുകൊണ്ട് ഇറങ്ങിപ്പോന്നാണ്. നമുക്കപ്പോഴും എന്താണ് കൃത്യമായി സംസാരിച്ചെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് റിയാക്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം, ഇതിലൊരു ക്ലാരിറ്റി, എന്താണ് അവിടെ സംസാരം ആക്ച്വലി ഉണ്ടായത്, അത് അരുണിമ പറയേണ്ട ഒരു ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അരുണിമ ആ കാര്യത്തിൽ വ്യക്തത വരുത്തി ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറയുന്നത് എങ്ങനെയാണ് ഇവരുടെ ആതിഥേയത്വം സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതായത് ഈ അരുണിമ US-ലേക്ക് വരുന്ന കാര്യം പറയുന്നു. അരുണിമയുടെ ട്രാവൽ വ്ലോഗ് കാണുന്ന ആളാണ് ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ എയർ ടിക്കറ്റ് ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവര് ജോൺ എഫ് കെന്നഡി എയർപോർട്ടിലാണ് വരുന്നത്. അവിടെ നിന്നൊരു 1 hour ട്രാവൽ ഇയാളെ വീട്ടിലേക്ക് ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ഇയാൾ പറയുന്നൊരു കാര്യം, യു ഹാവ് എ പ്ലേസ് ഇൻ മൈ ഫാമിലി, ഇതാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. തൊട്ടടുത്ത നിമിഷത്തിൽ ഇവർ ചോദിക്കുന്ന ഒരു കാര്യം, സോ ക്യാൻ ഐ സ്റ്റേ വിത്ത് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർജിനെ ഇവരെ ഹോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതേസമയം കൊള്ളാമെന്നുള്ള ആഗ്രഹം അരുണിമയ്ക്കും ഉണ്ട്. ഇത് രണ്ടുപേർക്കുള്ള ഒരു ആഗ്രഹമാണ്. പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ കൽപ്പിച്ചതും വൈദ്യൻ ഇച്ഛിച്ചതും പാലെന്ന രീതിയിലാണ് ഈ ഹോസ്റ്റിംഗ് പ്ലാൻ വരുന്നത് തന്നെ. അല്ലാതെ ഇതൊരു വൺ സൈഡ് ഇൻവൈറ്റ് അല്ലെങ്കിൽ വൺ സൈഡ് റിക്വസ്റ്റ് അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നത്. മറ്റൊരു ഭാഗത്ത് ഈ കാര്യം പറയേണ്ടി വരും എന്നുള്ളതാണ്. ആ ചാറ്റ് അവരുടെ വീഡിയോയിലുണ്ട്, ഞാൻ അതെടുത്ത് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇവരവിടെ എത്തിച്ചേരുന്നു. 4-ാം തീയതി, അവിടെ 3-ാം തീയതിയാണ് എത്തുന്നത്. 4-ാം തീയതി രാവിലെ അവിടെ എത്തിച്ചേരുന്നു. അന്ന് ഇവർ പുറത്തുപോയി കുറച്ച് കഴിഞ്ഞ് വന്നു. 5-ാം തീയതി വീണ്ടും ഇവർ പുറത്തു പോയിട്ട് ഇവർക്കൊരു ഫാമിലി അവരെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവർ വന്നില്ല. ഇവർ തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് തന്നെ വന്നു. 5-ാം തീയതി വൈകുന്നേരം സംഭവിച്ച കാര്യമാണ് നേരത്തെ പറഞ്ഞ വീഡിയോ. അത് ആദ്യം അവർ പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയ്ക്കും പിന്നീടുണ്ടായ ചർച്ചയ്ക്കും വഴിവെച്ചത്. 5-ാം തീയതി വൈകുന്നേരം ഒന്ന് സംഭവിച്ചു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ റിയാക്ഷനുള്ള ഭാഗം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ആദ്യം ചെല്ലുന്ന സമയത്ത് അവിടെ ജോർജും ഭാര്യയും മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ 5-ാം തീയതി ഇവരുടെ കൊച്ചുമക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഇനി എന്താണെന്ന് കേട്ടു നോക്കാം. അപ്പോൾ അന്ന് അവരുടെ കൊച്ചുമോള് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജോർജ് എന്ന വ്യക്തിയുടെ മകള് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ കൂടുതലായിട്ടൊന്നും എന്നോട് സംസാരിച്ചിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അതായത് ഏപ്രിൽ 5-ാം തീയതി രാത്രി ഞാൻ ഒരു 11:45 സമയം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഓൾറെഡി എനിക്ക് 2 ഫോണുണ്ട്. അപ്പോൾ ഒരു ഫോണിൽ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഡോറിൽ വന്നിട്ട് ഒരാൾ നോക്ക് ചെയ്തു. അത് പുള്ളിക്കാരൻ്റെ കൊച്ചുമോളായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇയാൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും വീടാണ്. അവർ എറണാകുളത്താണ് സെറ്റിൽഡ്. ഈ വീട്ടിൽ ജോർജ് എന്ന വ്യക്തി റെന്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ആള് പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാതെയാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും. എന്താ പറയുക, US-ൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുവാണെങ്കിൽ അവിടെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങണം എന്നാണോ പോകണം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അല്ല, നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് മൺഡേ, അതായത് അന്നത്തെ ദിവസം 5-ാം തീയതിയാണ്, മൺഡേ അതായത് ശനിയാഴ്ചയാണ്. അപ്പോൾ അതായത് വെള്ളിയാഴ്ച രാത്രിയാണ്. അപ്പോൾ ശനിയാഴ്ച അതായത് 12 മണി, 6-ാം തീയതി 7-ാം തീയതി വെളുപ്പിനാണ് എനിക്ക് തിങ്കളാഴ്ച, 7-ാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്, ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച എനിക്ക് ഓൾറെഡി ഫ്ലൈറ്റ് ഉണ്ട് ഷിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട്, ഞാനപ്പോൾ അതിൽ പോകുമെന്ന് പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ഇല്ല, നാളെ തന്നെ വേറെ സ്റ്റേ ചെയ്യാനുള്ളൊരു സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെന്തോ സോ ഫാർ സോ ഗുഡ്. അവർ കാര്യം പറഞ്ഞു, അരുണിമയ്ക്ക് കാര്യം മനസ്സിലായി. അവർ എന്തായാലും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് നാളെ തന്നെ പോകണം. അപ്പോൾ ആ വീഡിയോ പറയുന്ന പോലെ നാളെ ഒരു വീഡിയോ നോക്കിയിട്ട് മൺഡേ പോയാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യം ഇവർ പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ തന്നെയും ഇവിടെ രണ്ടുപേരും കാര്യം മനസ്സിലായി. ഇവരുടെ ചാറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇമിഗ്രേഷൻ ആൻഡ് അഡ്രസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, അതവിടെ മാസ്ക് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ എമിഗ്രേഷൻ്റെ കാര്യത്തിൽ ഇവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വേറൊരു രാജ്യത്ത് എത്തിച്ചേരും, നമ്മളവിടെ ഒരു വിസിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാവൽ പ്ലാൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമിഗ്രേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, എനിക്കറിയില്ല, ഇവർ പറഞ്ഞിട്ടില്ല, ഈ ജോർജ് ലോനപ്പൻ്റെ അഡ്രസ്സ് ആയിരിക്കണം എമിഗ്രേഷനിൽ ഇവർ കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ ഒരു ഗവൺമെൻറ് റെക്കോർഡ്സിൽ ഈ വീട്ടുകാരുടെ അഡ്രസ്സ് അവിടെ ഉണ്ട്. ആ സാഹചര്യത്തിൽ ഒരു എമിഗ്രൻ്റ് ആയ ഒരു വ്യക്തി ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന സെക്യൂരിറ്റി കൺസേൺസ് സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഒരുപക്ഷെ ജോർജ് ലോനപ്പൻ ആ കാര്യം ചിന്തിച്ചിട്ടുണ്ടാവില്ല. പാരൻസ് ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും അത് ശരിയല്ല, സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്, അതുകൊണ്ട് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ജോർജ് ഒരു പക്ഷേ പറയാൻ തയ്യാറായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കൊച്ചുമക്കൾ ഇവരോട് പറഞ്ഞ കാര്യം പറഞ്ഞു. ഇവർക്ക് കാര്യം മനസ്സിലായി, അത് എഗ്രിമെന്റിൽ ഇവരെത്തിയെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ അതിനുശേഷവും ചില സംഭാഷണങ്ങളൊന്നും. പിന്നെയും പുള്ളിക്കാരി ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. എന്താ പറയുക, ആള് എന്താ പറയുക, ഞങ്ങളോട് ചോദിക്കാണ്ടാണ് പോസ്റ്റ് ചെയ്ത്, അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആക്ച്വലി ഞാനിങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ, ഇതേ ഡയലോഗാട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലല്ലോ, അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അങ്ങനെയാണ് ഞാൻ ഇവിടെ താമസിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുവാണ്, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ പുള്ളിക്കാരിനെ ഞാൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ടോ ഒന്നിനും ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളും അല്ല, പിന്നെ നിങ്ങൾ ഗ്രാൻഡ് ഫാദർ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നാന്ന് പറഞ്ഞു. ഇവിടെയാണ് ട്രിഗർ ചെയ്തൊരു ഡയലോഗ് വന്നത്. ഇവർ വീണ്ടും സംസാരിച്ച സമയത്ത് അവർ ഡിസ്ക്ലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് താമസിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഇൻവൈറ്റ് തന്നെ വരില്ലായിരുന്നു, ഇങ്ങനെ ഇവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു. ഇത് അരുണിമയെ ട്രിഗർ ചെയ്ത് അരുണിമ അടുത്ത് തന്നെ പറഞ്ഞു ഞാൻ വലിഞ്ഞേറി വന്നതല്ല എന്ന് പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗസ്റ്റ് അയാളുടെ അടുത്തത് പറയുമ്പോൾ നിങ്ങളോട് സ്റ്റേ ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് അയാൾക്ക് മറ്റയാൾക്ക് ഹേർട്ടാവും എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ ഇവിടെ വലിഞ്ഞു കയറി വന്നാൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ ആ ചാറ്റിൽ നിങ്ങൾ അങ്ങോട്ട് അപ്ഫ്രണ്ടായിട്ട് ചോദിക്കുന്നുണ്ട്, സോ ക്യാൻ ഐ സ്റ്റേ വിത്ത് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അവിടെ താമസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വലിഞ്ഞു കയറി ചെന്നില്ല, പക്ഷേ വലിക്കാനുള്ളൊരു കയറിൻ്റെ അറ്റം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നതിന് ശേഷം ജോർജ് വലിച്ചു കയറ്റിയതാണ് നിങ്ങളെ, അല്ല നിങ്ങൾ ഇങ്ങോട്ടെന്ന കയറെ പിടിച്ച് കയറിയതല്ല. അരുണിമയ്ക്ക് അങ്ങോട്ട് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ജോർജിന് നിങ്ങളെ ഹോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് രണ്ടിലും സംഭവിച്ചു എന്നാണ്. അപ്പോൾ വലിഞ്ഞു കയറി ചെന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ട്രിഗറിലാണ് ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ പറയാം രണ്ടുപേരുടെ ഈഗോ ഹേർട്ടായിട്ടുണ്ട്. ഈ അരുണിമ അവർക്ക് ഡിസ്റെസ്പെക്ട് ഫീൽ ചെയ്തു, ആ പെൺകുട്ടിക്കും ഡിസ്റെസ്പെക്ട് ഫീൽ ചെയ്തു. ഇനി എന്താ സംഭവിച്ചത് നോക്കാം. അപ്പോഴാണ് പുള്ളിക്കാരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ആള് ഞങ്ങളോട് പെർമിഷൻ ചോദിക്കാണ്ടാണ് വന്നത്. പക്ഷെ എനിക്കറിയില്ലല്ലോ, അതായത് ആളെന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫാമിലി ആണോ എന്ന് ചോദിച്ചു. ഫാമിലി ആണ്, എനിക്ക് ഫാമിലിയിൽ ഒരു സ്ഥലമുണ്ട് എന്ന് മാത്രം പറഞ്ഞു. ഈവൻ എൻ്റെ അടുത്ത് ടെന്റ് എടുക്കണ്ട എന്ന് വരെ പറഞ്ഞു. ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ടെന്റ് അടിക്കുമെന്നും ആളോട് ഞാൻ ചാറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചാറ്റും ഞാനിവിടെ കാണിക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പുള്ളിക്കാരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പം തന്നെ ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും എൻ്റെ ബോയ് ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് എന്നെ ഹോസ്റ്റ് ചെയ്ത് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്, ആളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വേണം നീ ഇറങ്ങിപ്പോവാൻ, അല്ലേ നീ കാണിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി ഉറങ്ങുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ആൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്, എന്തായാലും ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ആ വ്യക്തിയോട്, ജോർജിനോട്. അപ്പൊ ആള് പറഞ്ഞു എവിടെ പോണു, രാത്രി എന്താ പറ്റിയ, എന്താ ഉണ്ടായി, ഇപ്പൊ പോവാൻ പറ്റില്ല, രാത്രി ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കില്ല. അതായത് എൻ്റെ അടുത്ത് നാളെ പോകണം, അതായത് അവര് ഗസ്റ്റായിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചു, ഞാൻ മൺഡേ ഓൾറെഡി പോകുമെന്ന് അവർക്ക് അറിയാം. എന്നിട്ട് അപ്പോഴാണ് പിന്നെ അവരൊരു വീഡിയോ എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോ ചെയ്തൊക്കെ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താ പറയുക, തിങ്കളാഴ്ച പോയാൽ മതി എന്നാണ് പറയുന്നത് എന്നാ പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഇങ്ങനൊരു ഇൻസിഡൻറ്റേ അവിടെ ഉണ്ടാവില്ലല്ലോ. തിങ്കളാഴ്ച ഓൾറെഡി ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നു, അപ്പോൾ പോവുകയാണെങ്കിൽ പിന്നെ നാളെ പോയാൽ മതി എന്ന് പറയേണ്ട ഒരു ആവശ്യം അവിടെ ഒരു സാഹചര്യം വരുന്നില്ലല്ലോ. എൻ്റെ ടിക്കറ്റും ഞാൻ കാണിച്ചു തരാം. അതായത് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഷിക്കാഗോയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റേ അവിടെ സംഭവിക്കൂലായിരുന്നു. അതായത് തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരുന്നില്ലല്ലോ. തിങ്കളാഴ്ചയാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു സംഭവമേ അവിടെ ടോക്ക് വരേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അപ്പോൾ ആ വീഡിയോയിൽ ആകെ കാണിക്കുന്നത് ഞാൻ എന്താ പറയുക, ഞാൻ പുള്ളിക്കാരനായിട്ട് സംസാരിച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് വിഷമമായി. അങ്ങനെ ഒരു ഇൻസിഡന്റ് അപ്പം ഉണ്ടായ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇറങ്ങി പോകുന്നത്, അല്ല നിങ്ങളോട് ഒരു ഇത് ഉണ്ടായിട്ടില്ല ജോർജ് എന്ന വ്യക്തിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോഴും ആൾ എൻ്റെ അടുത്ത് ഇറങ്ങി പോകരുത്, ഈ രാത്രി പോകരുത് എന്നാണ് പറയുന്നത്. ഞാൻ ആ രാത്രി ഇറങ്ങി പോയതിൻ്റെ റീസൺ, ഒരാൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊടന്നു. അപ്പോൾ എന്താ പറയുക, ഗസ്റ്റ് എന്നുള്ള രീതിയിൽ വിളിച്ചു കൊടന്നിട്ട് ഞാൻ തിങ്കളാഴ്ച ഓൾറെഡി പോകുന്നറിയാം. അവർക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയാലും അന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഒരാളുടെ വീട്ടിൽ നമ്മൾ പോയി താമസിക്കുന്ന സമയത്ത് ആ വ്യക്തി നമ്മളുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കാതെ ഞാൻ അങ്ങോട്ട് പോയി, അവരെന്നെ ഹോസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ അവരോട് മോശമായിട്ട് സംസാരിക്കും. ഞാൻ അതാണ് ആലോചിക്കുന്നത്, ആളുകൾ എത്രത്തോളം അതിനെ വളച്ചു കെട്ടി എടുക്കുന്നു. ആരും വളച്ചു കെട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ നിങ്ങൾ ചെയ്ത കാര്യത്തിന് അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ജോർജ് എന്ന വ്യക്തിക്കെതിരെയാണ് ആളുകൾ തിരിഞ്ഞത്. അയാൾക്കെതിരെയാണ് പല വീഡിയോസും വന്നത്, എന്ത് മര്യാദകളാണ് അയാൾ കാണിച്ചു തന്ന രീതിയിൽ. കാരണം നിങ്ങൾ ആ രീതിയിൽ കരഞ്ഞു എന്നൊക്കെ സംസാരിച്ചിട്ട് ആരും അങ്ങനെ വളച്ചു കെട്ടിയൊന്നുമില്ല. രണ്ടാമത് ഈ സംഭവം വന്നത് അയാളുടെ എക്സ്പ്ലനേഷൻ വന്നപ്പോഴാണ് ഓക്കെ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, അതുകൊണ്ട് ജോർജിന്റെ ഭാഗത്തും ചില ശരിയുണ്ട്, അരുണിയുടെ ഭാഗത്തും ചില ശരിയുണ്ട് എന്ന രീതിയിൽ ആൾക്കാർ സംസാരിച്ചു. നിങ്ങൾ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ തന്നു. ആ എക്സ്പ്ലനേഷനിലൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് സംസാരിച്ചെന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ആകെ ജോർജ് പറഞ്ഞതിനെ കൗണ്ടർ ചെയ്യാണ് ചെയ്തത്. പ്രത്യേകിച്ച് അതിനകത്ത് ഒന്ന് രണ്ട് ശരിയുണ്ട് നിങ്ങളുടെ ഭാഗത്ത്. നിങ്ങളുടെ വസ്ത്രധാരണയോട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, അതേപോലെ നിങ്ങളുടെ ട്രാവലിന് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ കൂട്ടിയ കാര്യം, അതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കേണ്ട ആവശ്യമൊന്നും ജോർജിനില്ലായിരുന്നു. പക്ഷേ അപ്പോഴും നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാമത് തിരിച്ചെന്ന് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ സംഭവം ഉണ്ടായത്. അതായത് നിങ്ങൾ പുറത്തിറങ്ങി വീണ്ടും ചെന്ന് ഇവരോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾ ബോയ് ഫ്രണ്ട് പറഞ്ഞു ആ പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞിട്ടിറങ്ങണം. ശരി, ജോർജ് നിങ്ങളോട് പറഞ്ഞു നിങ്ങളോടൊന്ന് പോകരുതെന്ന് പറഞ്ഞു. നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിന്റെ പുറത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന അരുണും എന്തിനാണ് പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നത്? എന്തായിരുന്നു ആ വീഡിയോയുടെ ഇൻറ്റൻഷൻ? ആ വീഡിയോയുടെ ഇൻറ്റൻഷൻ ആളുകൾ വളച്ചു കെട്ടി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വീഡിയോ തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആ വീഡിയോ പറഞ്ഞത് ഇറക്കി വിട്ടു എന്നാണ്, നിങ്ങൾ ഇറങ്ങിപ്പോന്നാണെന്ന് ഇപ്പോൾ പറയുന്നു. പക്ഷേ ഇറക്കി വിട്ടു എന്ന് ഇന്നിപ്പോൾ ഏപ്രിൽ 27, ഇന്നലെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ഏപ്രിൽ 26, ഏപ്രിൽ 4 തീയതി 5 തീയതി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഈ ഒരൊറ്റ മാസം ആ വിഷയത്തിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാതെ, ഈ കാര്യങ്ങൾ പറയാതെ നിങ്ങൾ ഇറക്കി വിട്ടു എന്നൊരു ധാരണ ഉണ്ടാക്കി വെച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഞാൻ മാനിക്കുന്നു. അതിനെക്കുറിച്ചുള്ള കമൻറ്റ് ഞാൻ പിന്നീട് പറയാം. പ്രത്യേകിച്ച് അയാൾ അവിടെ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞു, വീണ്ടും നിങ്ങൾ ഇറങ്ങി. ആ രാത്രി എന്നോട് നിന്ന് ഇറങ്ങിപ്പോയി, ആ വീഡിയോ എടുത്ത് പുറത്തുവിടുകയും ചെയ്തു. ആ രാത്രിയല്ല, 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ആ സംഭവം പുറത്തു വിട്ടത്. എന്നിട്ട് ഇത്രയും ദിവസം മുൾമുനയിൽ നിർത്തി. ഇതിനിടയ്ക്ക് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊരു എക്സ്ക്യൂസ് പറയുന്നത്, എനിക്ക് നെറ്റുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടായിരുന്നില്ല. പക്ഷെ അല്ലാതെ തന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ എക്സ്ക്യൂസൊക്കെ എടുത്ത് പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ അവർ ആ പറഞ്ഞൊരു കാര്യം, ഹോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളെടുത്ത് ആ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ള പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ട്രിഗർ ആയെങ്കിൽ നിങ്ങളൊന്ന് മാന്യമായിട്ട് ഇറങ്ങി പോരാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങൾ ആ യാത്ര പറയാൻ പോകുന്ന സമയത്തും അയാളെ കുറ്റപ്പെടുത്തിയ സംസാരം നിങ്ങൾ തന്നെ പറഞ്ഞാണ് കേട്ടോ, എന്നോട് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ. നിങ്ങൾ രണ്ടുപേരും ഒരു കോ അഗ്രിമെന്റിൽ ചെയ്തൊരു സംഭവമാണ്, അല്ലാതെ നിങ്ങൾ വലിഞ്ഞെറിച്ചെന്നതല്ല, അങ്ങേര് വലിച്ച് കയറ്റിയതുമല്ല. നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇയാൾ സ്റ്റേ ചെയ്യാനുള്ള ഓഫർ തരുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചാണ്, അല്ലാതെ ഒരു വൺ സൈഡ് സംഭവിച്ചൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്കല്ലെങ്കിലും നിങ്ങൾക്ക് ആ ഓഫർ നിഷേധിക്കായിരുന്നല്ലോ. അത്ര വലിയ സെൽഫ് റെസ്പെക്റ്റ് ആയിരുന്നുവെങ്കിൽ വളരെ കൂളായിട്ട് പറയായിരുന്നു, ഓക്കെ താങ്ക് യു ഫോർ യുവർ ഓഫർ, പക്ഷേ ഐ വിൽ ഗോ ബൈ മൈ ഓൺ എന്ന് പറഞ്ഞാൽ നിരസിക്കാമായിരുന്നു. പിന്നെ ടെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത്, ടെൻറ്റിൻ്റെ കാര്യം നിങ്ങൾ പിന്നീടുള്ള ഭാഗത്താണ്, അതായത് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമല്ല, ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുന്നത് ടെൻറ്റ് എടുക്കേണ്ട, കാരണം US ടെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല, അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മറ്റു രാജ്യത്തും കൂടി ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഡീറ്റെയിൽസ് കൊടുത്തു. അതായത് ചെയ്ത നല്ല കാര്യമല്ലേ നിങ്ങളത് പറഞ്ഞത്, കാരണം അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ എനിക്കറിയില്ല ഇവിടെ അതിൻ്റെ നിയമസാധ്യത എന്താണെന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ഇമിഗ്രൻ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം അത് നിങ്ങൾക്കൊരു നല്ലൊരു ഡിറക്ഷൻ നൽകിയത്. അതിപ്പോൾ വലിച്ചഴച്ചിട്ട് അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം പോലും ഇവിടെയില്ല. ഇതൊക്കെയാണ് അരുണിയുടെ ഭാഗത്തുള്ള തെറ്റ്. ഞാൻ അതിൽ പറയുന്നുണ്ട്, ഞാൻ 41 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, നിങ്ങളെപ്പോലെ ലോകം കണ്ടിട്ടില്ലാത്ത ആളല്ല എന്ന് പറയുന്നത്. അത് വെച്ചാണ് കൂടുതൽ ആളുകളും അതിനെ ഇങ്ങനെ പറഞ്ഞതാക്കുന്നത്. അത് അപ്പത്തെ എൻ്റെ ഒരു മെന്റൽ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്താണ് രാത്രി പുള്ളിക്കാരി അങ്ങനെ വന്ന് പറയുന്നു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം.
ഉറങ്ങാൻ വേണ്ടി പോയ ഒരാള്, അതായത് ഒരു 11:45 ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഞാൻ റീച്ചിന് വേണ്ടി ഞാൻ അങ്ങനെ രാത്രി ഇറങ്ങിപ്പോയി, ഞാനൊരു നാടകം ഉണ്ടാക്കി എന്നാണ്. ഉറങ്ങാൻ വേണ്ടി പോയ ആള് ഞാൻ രാത്രി കരഞ്ഞതിന്റെ റീസൺ പുള്ളിക്കാരൻ എന്നോട് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. നല്ല രീതി എന്ന് പറഞ്ഞാൽ അത്രയും പൊളൈറ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു വ്യക്തി വീട്ടിൽ അങ്ങനെ താമസിച്ച് പുള്ളിക്കാരി എന്നോട് അതങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. മെന്റൽ സ്റ്റേറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മെന്റൽ സ്റ്റേറ്റ് പറയാം, ഞാൻ 41 രാജ്യങ്ങളിൽ സഞ്ചരിച്ചതാണ്, നിങ്ങൾ ലോകം കാണാത്തവരാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത ആ ഡിസ്റെസ്പെക്ട് അവർക്കും തോന്നില്ലേ? തോന്നേണ്ടതല്ലേ? ഇപ്പം നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്ന ഇഷ്ടമല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല വേറെ ആൾക്കാരെ സ്റ്റേ ചെയ്യാന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവർ നിങ്ങളോട് വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഫീല് എനിക്ക് മനസ്സിലാകും. പക്ഷെ അത് അവരുടെ കാര്യം ക്ലിയർ ആക്കി പറഞ്ഞെന്നാണ് എനിക്കിപ്പോൾ വിചാരിക്കുന്നത്. എൻ്റെ അടുത്താണ് അത് പറയുന്നതെങ്കിൽ ഞാനത് റെസ്പെക്റ്റ്ഫുള്ളി ഞാൻ എടുക്കും. കാരണം അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, ഒരുപക്ഷെ ഇയാൾക്ക് അറിയില്ലായിരിക്കാം. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഇറങ്ങിപ്പോരും. അല്ലാതെ ഈ പറയുന്ന പോലെ വീഡിയോ എടുത്തുനിന്ന് ഞാൻ പുറത്തോടാൻ പോകുന്നില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഓക്കെ താങ്ക് യു ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള മാനസികാവസ്ഥയില്ല, അത് ഇറങ്ങുന്നു. പക്ഷെ നിങ്ങളെന്താ ചെയ്തത്? ഇറങ്ങി ഉടൻ തന്നെ ആ വീഡിയോ എടുത്തിട്ട് പുറത്ത് വിട്ടു. നിങ്ങൾ പറയുന്നത് റീച്ചിന് വേണ്ടി ചെയ്തതല്ലാന്ന്. റീച്ചിന് വേണ്ടി ചെയ്തല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി നിങ്ങൾ ചെയ്തതാണത്? നാടകമല്ല എന്നുള്ള കാര്യം പോട്ടെ, നാടകമല്ല നിങ്ങൾ കളിച്ചത്, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾ എടുത്തത് ഇത് ആൾക്കാരെ കാണിക്കണമെന്ന രീതിയിലാണ്. കാരണം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ ഓഡിയൻസിനാണ് അതിനകത്ത്. അല്ലാതെ ആ വീഡിയോ ഒരു തെളിവിന് വേണ്ടി എടുത്തു വെച്ചതല്ല, അല്ലെങ്കിൽ ആ വീഡിയോ ഒരു ഫ്യൂച്ചർ റെഫറൻസിന് എടുത്തു വെച്ചതല്ല. ആ വീഡിയോ പുറത്തു വിടണം എന്ന ആഗ്രഹത്തോടെ തന്നെ ചെയ്തതാണ്. ആൻഡ് നിങ്ങൾ പറയുന്നു നിങ്ങൾക്കുള്ള മാനസികാവസ്ഥയിൽ പറഞ്ഞാണ്. ഇതേ മാനസികാവസ്ഥ തന്നെ അവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ വലിഞ്ഞേറി വന്നാലെന്നൊക്കെ പറയുമ്പോൾ ഇതേ മാനസികാവസ്ഥ തന്നെ അവർക്കും ഉണ്ടാവും. ദേ ആർ ഹോസ്റ്റിംഗ് യു. അന്നേരം നിങ്ങൾ പറയുകയാണ് ഞാൻ ഇവിടെ വലിഞ്ഞേറൊന്നും വന്നല്ല എന്ന് പറയുമ്പോൾ ഇതേ ഹേർട്ട് തന്നെ ഈ പറയുന്ന ഹോസ്റ്റിനും ഉണ്ടാവും. മാനസികാവസ്ഥ, മെൻ്റൽ സ്റ്റേറ്റ് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അതിന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ വീട്ടിൽ അവിടെ താമസിക്കില്ല. അപ്പൊ തന്നെ അന്ന് രാത്രി അവിടെ ഇറങ്ങും. അന്ന് രാത്രി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഒരു മെക്സിക്കോക്കാരന്റെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഞാൻ വേറൊരു ഹോട്ടലിൽ പോയി താമസിക്കുന്നത്. $110 ഞാൻ അവിടെ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത്. അതായത് ഇന്ത്യൻ റുപ്പി 10,000 റുപ്പീസ്. അതായത് എല്ലാവരും പറയുന്നു ഞാൻ ഓസി ആയിട്ട് താമസിക്കുവാണ്, പൈസ കൊടുക്കാതെ ഫ്രീ സ്റ്റേ അന്വേഷിച്ച് നടക്കുവാണ്, അങ്ങനെ പറയുന്നത് കുറെ കേട്ടു. അപ്പോൾ അന്ന് രാത്രി എനിക്ക് അവിടെ താമസിച്ചാൽ പോരെ? എന്തിനാ ഞാൻ 10,000 റുപ്പീസ് കൊടുത്ത് പുതിയ റൂം പോയി എടുത്ത് താമസിച്ചത്? ജസ്റ്റ് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അത് എന്താ പറയുക, ചിന്തിച്ചാൽ മനസ്സിലാക്കും. രാത്രി ഞാൻ അവിടെ ഇറങ്ങിപ്പോയത് എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതായത് നാളെ പോയാൽ മതി അങ്ങനെ പറഞ്ഞിട്ട്, അതായത് ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിലേക്ക് പോയതിനു ശേഷം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമ്മളെന്തോ അവരെങ്ങനെ അവരുടെ ഇതിൽ നിൽക്കുന്നു എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും നമുക്ക്. കാരണം നമ്മൾ അവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ അവിടെ പോയത്. അവരെന്നെ വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ പോയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. ആ ചാറ്റ് ഇപ്പോഴും അവരുടെ കിടക്കുന്നുണ്ടോ? ക്യാൻ ഐ സ്റ്റേ വിത്ത് യു എന്ന് പറയേണ്ട അർത്ഥം എന്താണ്? എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാമോ എന്നാണോ? അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ്? ക്യാൻ ഐ സ്റ്റേ വിത്ത് യു എന്ന ചോദ്യം തന്നെ ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ നിങ്ങളിപ്പോൾ പറയുന്നു ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചതല്ല, നിങ്ങൾ അങ്ങോട്ട് കയറി ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സെൽഫ് റെസ്പെക്റ്റ് മനസ്സിലാക്കാം. അവർ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ ഇറങ്ങിപ്പോന്നു. ഇതേ റെസ്പെക്റ്റ് തന്നെ ആ ഫാമിലിയും ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾ അവരെ വീടൊക്കെ കാണിച്ചിട്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ റെസ്പെക്റ്റിനെ കൂടിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ അവരുടെ അഡ്രസ്സ് ഇമിഗ്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേ ആർ റെസ്പോൺസിബിൾ. നിങ്ങളവിടെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ അവർ റെസ്പോൺസിബിൾ ആണ്. രാത്രി ഇറങ്ങിപ്പോകുന്നത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കൊണ്ട് ശരിയല്ല എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കൊണ്ട് രാത്രി ഇറങ്ങിപ്പോയി, ഓക്കെ. പക്ഷേ നിങ്ങളിപ്പോൾ പറയുന്ന ഒരു മെക്സിക്കൻ്റെ കൂടെയാണ് യാത്ര ചെയ്തതെന്ന്, അവർ നിങ്ങളെ സേഫായിട്ട് എത്തിച്ചുകൊണ്ട് പ്രശ്നമില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളൊരു അപകടത്തിൽപ്പെട്ടിരുന്നെങ്കിൽ ആ ഫാമിലി അനുഭവിക്കേണ്ടി വരുന്ന ഇഷ്യൂസ് എന്തായിരുന്നു? വീഡിയോ ആ വീട്ടുകാരെ കാണിച്ചു, ഇയാൾ അവിടെ വലിഞ്ഞേറി താമസിക്കുകയാണ്, ഇയാൾ അവരുടെ ഔദാര്യത്തിലാണ്, വാടക കൊടുത്ത് താമസിക്കുകയാണ്, ഇതാണോ ഇവരുടെ സംസ്കാരം എന്നൊക്കെ ചോദിച്ചതിൻ്റെ പിന്നിലെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? അവർക്കും ഈ പറയുന്ന സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ. ഇത് ലോകത്തെ ഒരു ബാക്ക് പാക്കർ അരണിമിക്ക് മാത്രം കിട്ടുന്ന കാര്യമല്ല, എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അതിനെ നിങ്ങൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു, എന്നിട്ട് ആ വീഡിയോ പുറത്തു വിട്ടു. നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നീട് ഒരു ഭാഗത്ത് എൻ്റെ ഒരു നല്ല മെൻ്റൽ സ്റ്റേറ്റിലിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ വീഡിയോ പുറത്തു വിട്ടുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കൂൾ മൈൻഡിലിരിക്കുന്ന സമയത്ത് ആ വീഡിയോ പുറത്തു വിടുമെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ട്, ഇത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും, അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കണം ഈ സംഭവം എന്നുള്ളത്. റീച്ച് പോട്ടെ, ആൾക്കാരെ കാണിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നു.
അത് ശരിയാണെന്ന് അരുണിമയ്ക്ക് തോന്നുന്നുണ്ടോ? ഇത് എന്ന് പറയുന്നത് രണ്ടുപേരുടെ റെസിപ്രോക്കൽ എഗ്രിമെന്റ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിച്ച് സ്റ്റേ ചെയ്ത സംഭവമാണ്. അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല. കാരണം നിങ്ങൾ ആ ചാറ്റ് പുറത്തു വിട്ടതിൽ നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഫാമിലിയെ കുറ്റം പറഞ്ഞ വീഡിയോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് മാത്രം അവർക്ക് ഈ പറയുന്ന മെന്റൽ സ്റ്റേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം എന്താണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷനും ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്ന ഒന്നും ആ വീഡിയോയിലില്ല. എൻ്റെ വീഡിയോയിലും ഇല്ല, അവരുടെ വീഡിയോയിലും ഇല്ല. ഇറങ്ങിയതിന് ശേഷം കരഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അതിൽ ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ അപ്പത്തെ ആ ഒരു മെന്റൽ സിറ്റുവേഷനിൽ ഇറങ്ങിപ്പോയതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചെയ്ത തെറ്റതാണ്. ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും. അതായത് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നു. അത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. അത് തെറ്റാണ്. അതിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞത് വളരെ നല്ല കാര്യം. ദാറ്റ്സ് എ ഗുഡ് തിങ് യു ആർ ഡൂയിങ്. വളരെ നല്ലൊരു കാര്യമാണ്. സോറി പറയേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ട്. പക്ഷേ ആ വീഡിയോ പുറത്തു വിട്ടതും കൂടെ വലിയൊരു പ്രശ്നമാണ്. മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞത് അഗെയിൻ നിങ്ങളുടെ മെന്റൽ സിറ്റുവേഷനിൽ പറഞ്ഞതാണ് എന്നെ ഇറക്കി വിട്ടതാണെന്ന്. അപ്പം ഇതെല്ലാവർക്കും വേർഡ് ഓഫ് എക്സ്ചേഞ്ചിൽ സംഭവിക്കുന്നേ, സ്ലിപ്പ് സംഭവിക്കും എന്ന് മനസ്സിലായില്ലേ? ആ സ്ലിപ്പ് സംഭവിക്കാൻ നിങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങൾക്കിപ്പോൾ അത് എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് എക്സ്ക്യൂസ് അവർക്ക് കൊടുക്കാം. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവരുടെ ഗ്രാൻഡ് പാരൻസ് ചെയ്തിരിക്കുന്നത്. ആ ഡിസ്ലൈക്ക് അവർക്കുണ്ട്. ഇപ്പോൾ അരുണിമ പറയുന്നു നിങ്ങളൊരു മാനസികാവസ്ഥയിൽ നിങ്ങളത് പറഞ്ഞു എന്ന്. അതും ഘടകവിരുദ്ധമായ കാര്യം. നിങ്ങൾ ഇറങ്ങിപ്പോന്നിട്ട് നിങ്ങൾ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്ന ഒരു ലെയിം എക്സ്ക്യൂസ് നിങ്ങൾ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, എല്ലാവർക്കും ഈ മെന്റൽ സ്റ്റേറ്റ് ഉണ്ട്, എല്ലാവർക്കും ഈ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ഒരു എന്താ പറയുക അവിടെ പോയി താമസിച്ചു. പിറ്റേ ദിവസം ഞാൻ വേറെ എനിക്ക് അറിയുന്ന ഡാഡീൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ താമസിച്ചു. അങ്ങനെ അതിനുശേഷം ഏർലി മോർണിംഗ് ഞാൻ പിന്നെ ഷിക്കാഗോയിലൊക്കെ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷിക്കാഗോയിൽ വെച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാനൊന്ന് മെൻ്റലി പോലും ഞാൻ ഓക്കെ ആയതിനു ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഒരു 2 days കഴിയുമ്പോഴാണ് ഇവർ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ചെയ്ത് പിന്നെ ആളുകൾ മൊത്തം ഞാൻ ഉഡായിപ്പാണ്, ഞാൻ ഓസിയാണ്, ഞാൻ ഫ്രീ ആയിട്ട് താമസിച്ചാണ് പോകുന്നത്, ഇങ്ങനെയുള്ള എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സൈബർ അറ്റാക്ക് അരുണിമയല്ല കേട്ടോ ആദ്യം ചെയ്തത്. ദെയർസ് എ മിസ്റ്റേക്ക്. നിങ്ങൾ നിങ്ങളുടെ ഭാവം മാത്രം ന്യായീകരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു ന്യായീകരണ വീഡിയോ ആണ്. 90% ഭാഗം നിങ്ങൾ തെറ്റെന്ന് ഞാൻ പറയുന്നത്. ഇതൊരു ന്യായീകരണ വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾ പുറത്ത് വിട്ട് നിങ്ങൾ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ജോർജ് എക്സ്പ്ലനേഷൻ വരുന്നതിന് മുമ്പ് ആ ജോർജിനെ എല്ലാവരും അറ്റാക്ക് ചെയ്തു അങ്ങോട്ട്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അതൊരു കള്ളം പറഞ്ഞുകൊണ്ട്, ഒരു കള്ളം പറഞ്ഞ് നിങ്ങൾ ഇറക്കി വിട്ടുന്ന കള്ളം പറഞ്ഞുകൊണ്ടാണ്. അതേസമയം നിങ്ങൾ ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത്രയും സിവിയർ അറ്റാക്ക് അവിടെ ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ സൈബർ അറ്റാക്കിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾക്കെതിരെ വരുമ്പോൾ മാത്രം അതൊരു വലിയ നീതികേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾക്ക് മാത്രം സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങൾക്ക് മാത്രം മെൻ്റൽ സ്റ്റേറ്റ്, നിങ്ങൾക്ക് മാത്രം സൈബർ അറ്റാക്ക്. ഇതേ സംഭവം തന്നെ അവരും അവരുടെ ഫാമിലിയും, അതേപോലെ പ്രത്യേകിച്ച് നിങ്ങൾ ആ സംസ്കാരം കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടികളും ഇതിനകത്ത് അറ്റാക്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഹോസ്റ്റ് ചെയ്ത വ്യക്തി അറ്റാക്ഡ്, അയാളാണ് ഏറ്റവും ആദ്യം ഡയറക്റ്റ്ലി അറ്റാക്ഡ് ആയത്. അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയ സൈബർ അറ്റാക്ക് മാത്രമാണ് പ്രശ്നം. നിങ്ങൾക്ക് ലഭിച്ച സൈബർ അറ്റാക്ക് നിങ്ങളുടെ കള്ളം പറഞ്ഞുകൊണ്ട് ലഭിച്ചതാണ്. അതാരും വളച്ചു കിട്ടിയതല്ല, നിങ്ങളാണ് വളച്ചു കിട്ടിയത് ആദ്യം. അതിനുശേഷമാണ് ഈ സൈബർ അറ്റാക്ക് ഉണ്ടായത്. പിന്നെ നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് നല്ല മെൻ്റൽ സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴാണ് വീഡിയോ ഇട്ടത്. നല്ല മെൻ്റൽ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ആ വീഡിയോ ഇടേണ്ട ആവശ്യം എന്തായിരുന്നു? ആ വീട്ടുകാരെ കൊണ്ട് ഒരു തെറ്റിദ്ധാരണ പുറത്തിറങ്ങി നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന കാര്യം പറയുന്നതല്ല. അപ്പം നിങ്ങൾക്കറിയാം ഈ വീഡിയോ പുറത്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണും, ആൾക്കാർ ഇതിൽ പ്രതികരിക്കും, ഇതിന് റീച്ച് കിട്ടും. അതൊക്കെയാണല്ലോ ഈ കരച്ചിൽ, അടി, ഇടി, പിടി, ഇതൊക്കെയാണ് ഈ പറയുന്ന ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ ഒരു രീതി. ആ ഒരു ഇമോഷണൽ സംഭവം ആളുകളിടയിലേക്ക് പെട്ടെന്ന് അവർ കയറി പിടിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. വെറുതെ എന്തിനെ കിടന്ന് ഉരുണ്ടുമറിയണേ. എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് വിളിച്ച് അതിനൊരു വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ മെക്സിക്കോയിലാണ് നിൽക്കുന്നത്. ഇത്രയും ദിവസം എനിക്കത് വീഡിയോ ചെയ്യാനായിട്ടൊരു സ്ഥലമോ സാഹചര്യമോ നെറ്റ്വർക്കോ ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു. ഇപ്പം ഞാൻ സിറ്റിയിലാണുള്ളത്. ഇതാ വീഡിയോയുടെ തുടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോഴും ഈ കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പറഞ്ഞുകൊണ്ടല്ല, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടല്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തു. ദിസ് സ്പീക്സ് ഇൻ ഹൈ വോളിയം. നിങ്ങൾക്ക് ഇപ്പോഴെന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. വളരെ സിമ്പിളായ ഒരു കാര്യം. നിങ്ങളൊരു ഇന്ത്യക്കാരിയാണ്, ഒരു ഫോറിൻ ട്രാവലർ ഇതേപോലെ പോകുന്നത് കണ്ടു. അപ്പോൾ നിങ്ങൾ അവരെ ട്രാവൽ വ്ലോഗ്സ് കാണുന്നു, അവർ ഇന്ത്യയിലേക്ക് വരുന്നെന്ന് പറയുന്നു. നിങ്ങൾ അങ്ങോട്ട് അവരെ ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അയാൾ ഇങ്ങോട്ട് ചോദിച്ചില്ല എന്ന് വിചാരിക്കുക. അങ്ങോട്ട് ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ഓഫർ ചെയ്യുന്നു.
അയാൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് താമസിക്കുന്നു. പക്ഷേ നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാർ അനുവാദം മേടിക്കാതെയാണ് അവിടെ താമസിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. വീട്ടിലുള്ള ആൾക്കാർ ആ ഡിസ്ലൈക്ക് പ്രകടിപ്പിക്കുന്നു, ഈ ഗസ്റ്റിൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നു. അയാൾ അന്ന് രാത്രി തന്നെ ഇറങ്ങിപ്പോകുന്നു. നിങ്ങളോട് പറയുന്നു എന്നോട് കാണിച്ച വളരെ മോശമായിപ്പോയി, ഇറങ്ങിപ്പോകുന്നു. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഫോറിനറെയാണ് നിങ്ങൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് നിങ്ങൾക്ക് തന്നെ ബാക്ക് ഫെയർ ചെയ്യും. ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? ആ രാത്രിയിലെ നിങ്ങൾ പോയതിന് ശേഷം നിങ്ങൾ സേഫാണെന്ന് അറിയുന്നത് വരെ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇതൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് എന്താണെന്നുള്ളത്. ഇനി അതിനകത്ത് വന്നൊരു വളരെ പ്രസക്തമായൊരു കമൻറ്റ്, നിങ്ങളുടെ വീഡിയോയിൽ വന്ന വളരെ പ്രസക്തമായൊരു കമൻ്റ് ഉണ്ട്. ആ കമൻറ്റ് വായിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അരുണിമയെ മോളെ, നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇനി ഇതിൽ പിടിച്ച് കൂടുതൽ വഷളാകാതെ നോക്കൂ. 41 രാജ്യത്ത് പോയിട്ടും ആ രാജ്യത്തുള്ളവരുടെ സംസ്കാരവും ജീവിത രീതിയും ഒക്കെ അറിയാതെ പോയത് കഷ്ടം. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പ്രായപൂർത്തിയായ മറ്റു കുടുംബാംഗങ്ങൾ ഒരാളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അവർ വീട്ടു ചെലവിൻ്റെ ഒരു പങ്കോ അല്ലെങ്കിൽ വാടക കൊടുക്കലോ താമസിക്കലാണ് അവിടങ്ങളിലെ ഒരു രീതി. അത് മലയാളിയാണെങ്കിലും അവിടെ ജനിച്ചു വളർന്ന ഒരു പുതിയ തലമുറയിലെ കാര്യങ്ങൾ മാറുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും പേരക്കുട്ടികളാണെങ്കിലും ഇങ്ങനെ വാടക കൊടുത്തോ അല്ലെങ്കിൽ ചിലവ് പങ്കിട്ടോ താമസിക്കുന്നതിലാണ് അവർ അഭിമാനം കാണുന്നത്. അല്ലാതെ അച്ഛൻ്റെ കൂടെ പ്രായപൂർത്തിയായ മക്കളോ അല്ലെങ്കിൽ മക്കളുടെ കൂടെ അച്ഛനോ അമ്മയോ ഒക്കെ സൗജന്യമായി താമസിക്കുന്നത് അവർ ഇരു കൂട്ടരും നാണക്കേടായിട്ടാണ് കരുതുന്നത്. ആ പേരമോൾ ഇന്ന് പോകണ്ട, നാളെ മാറിത്തന്നാൽ മതി എന്ന് പറഞ്ഞത് അവിടുത്തെ രീതിയിൽ വളരെ വളരെ നല്ലൊരു മര്യാദയുടെ ഭാഷയായിരുന്നു. അതിന് അരുണിമ ഇത്രയേറെ പ്രകോപിതനായത് എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇന്ന് വരെ അവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അവർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. ഇത് എൻ്റെ അപ്പച്ചൻ്റെ വീടാണെന്നും അപ്പൂപ്പൻ എനിക്ക് വാടക തന്നിട്ട് ഇവിടെ താമസിക്കുന്നവർ പറഞ്ഞത് സത്യത്തിൽ അപ്പൂപ്പൻ്റെ മാന്യത എടുത്ത് കാണിക്കാനായിരിക്കണം ആ പേരക്കുട്ടി ഉദ്ദേശിച്ചത്. എന്നാൽ അതിനെ കേരളത്തനിമയിൽ അരുണിമ കണ്ടപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അരുണിമയ്ക്ക് തോന്നിയത് അരുണിമ 41 രാജ്യങ്ങളിൽ പോയിട്ടും ലോകം കാണാത്തത് കൊണ്ടാണ്. ശരിക്കും അന്ന് രാത്രിയോടെ അവർ താമസിക്കാൻ അനുവദിച്ചവർക്ക് ഒരു വലിയ നന്ദി കൂടി പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു അരുണിമ ചെയ്യേണ്ടിയിരുന്നത്. വേണമെങ്കിൽ ഒരു ദിവസം കൂടെ താമസിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അരുണിമയ്ക്ക് അവിടെ നിന്ന് തന്നെ നേരിട്ട് എയർപോർട്ടിലേക്ക് പോകാമായിരുന്നുവെന്നും അത് അരുണിമയ്ക്ക് കൂടുതൽ സൗകര്യപ്രദമായിരുന്നു. അതിന് പ്രത്യേകമായ അരുണിമ ഒരു ദിവസത്തേക്ക് ഹോട്ടലിൽ കൊടുക്കുന്ന വാടക അവരുമായിട്ട് ഷെയർ ചെയ്യാമെന്നും പറഞ്ഞ് നോക്കാമായിരുന്നു. സൗകര്യമുണ്ടെങ്കിൽ സമ്മതിക്കും, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഇറങ്ങിക്കൊടുക്കുകയും വേണമായിരുന്നു. അതിനു പകരം അവർ അധിക്ഷേപിച്ചും അവരെ ധിക്കരിച്ചും ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയത് തികച്ചും സംസ്കാരശൂന്യവും മരമണ്ടത്തരവുമായ പ്രവൃത്തിയായിപ്പോയി. മാത്രമല്ല ആ പോക്കിൽ അരുണിമയ്ക്ക് എന്തെങ്കിലും അരുതാത്തത് ആ രാത്രി സംഭവിച്ചിരുന്നെങ്കിൽ ആ കുടുംബം എത്ര വലിയ പുലിവാല് പിടിക്കുമായിരുന്നു എന്നറിയാമോ? അതോർത്തിട്ട് ആ രാത്രി അവർ ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല പാവങ്ങൾ. അമേരിക്കൻ ജീവിത രീതിയും സംസ്കാരവും ഒക്കെ അറിയുന്നവർ അരുണിമ കൂട്ടുന്നത് വിവരക്കേടും സംസ്കാരശൂന്യതമായി കാണുമ്പോൾ നാട്ടിലെ രീതി മാത്രം അറിയാവുന്ന മലയാളികൾ അമേരിക്കൻ പേരക്കുട്ടി ചെയ്തത് വിവരക്കേടും അഹങ്കാരമായി കാണുന്നതും ചെയ്യും. അത് സ്വാഭാവികം മാത്രം. അതുകൊണ്ട് ഇനി 42ാമത്തെ രാജ്യം മുതൽ അവിടെ പോകുന്നതിന് മുമ്പ് അവരുടെ സംസ്കാരവും രീതികളൊക്കെ പഠിച്ചു വെക്കുന്നത് ഇത്തരം തെറ്റുകൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഉപകാരപ്പെടും. ഇതുവരെ അവരുടെ ചെയ്തു കൂട്ടിയ തെറ്റിനൊക്കെ ഒരു സോറി പറയുന്നത് അരുണിമയുടെ അന്തസ്സ് കൂട്ടുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ഓൾ ദ ബെസ്റ്റ്. എനിക്കും ഇതിനകത്ത് പല കാര്യങ്ങളോടും യോജിപ്പാണ്. ഇത് നിങ്ങൾക്ക് വളരെ രമ്യമായി പരിഹരിക്കാവുന്ന രീതിയായിരുന്നു. പാതിരാത്രി ഇറങ്ങിപ്പോയി നിങ്ങൾ അന്തസ്സോടെ പോകണമെങ്കിൽ അതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്, പക്ഷേ ആ വീഡിയോ എടുത്തിട്ട് തെറ്റാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു അമിക്കബിൾ സിറ്റുവേഷനിൽ ഐ വിൽ ടേക്ക് മൈ ലീവ് ടുമോറോ എന്ന് പറയുന്നത് നാളെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാമായിരുന്നു, നിങ്ങൾക്കൊരു സ്റ്റേ ചെയ്യാമായിരുന്നു. പാതിരാത്രി തന്നെ നിങ്ങൾ ഈഗോ ഹർട്ടായി ഇറങ്ങിപ്പോയത് വരെ ഓക്കെ, പക്ഷെ അത് വീഡിയോ എടുത്തിട്ടത് മഹാമോശമായ കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.